മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരിക്കലും ഭാരതത്തിൻ്റെ ഹൈന്ദവ ജനതയെ കുറിച്ചോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ചോ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സീതി സാഹിബ് അവിടെ പരപ്പനങ്ങാടി പ്രസംഗിച്ചത്, ഹിന്ദുക്കൾ ഭാരതം സ്വതന്ത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുക്കളാണ് ഭരിക്കുക. ഹിന്ദു ഭരിച്ചാൽ അത് മുസ്ലിങ്ങളുടെ വളരെ പിന്നാക്കം പോക്കിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അതിന് കാരണം പറയുന്നത് നമ്മൾ ഇടതോട്ട് മുണ്ടെടുക്കുമ്പോൾ ഹിന്ദുക്കൾ വലതോട്ട് മുണ്ടെടുക്കും. നമുക്ക് ചാണകം ഹറാമാണെങ്കിൽ അവർക്കത് വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭാരതത്തിലെ ഹൈന്ദവ ഇസ്ലാമിക ജനവിഭാഗങ്ങൾ പ്രത്യേകമായി രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ലീഗ്. ഈ ലീഗും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുള്ള ചെറിയ കാര്യത്തിൽ വ്യത്യാസമുള്ളൂ. എന്താ കാര്യത്തിൽ വ്യത്യാസം? ലീഗ് എന്ന് പറയുന്നത് ഇവിടുത്തെയുള്ള സവർണ മാടമ്പികളുടെ പ്രസ്ഥാനമാണ്. ആരൊക്കെയാണ് ലീഗിൻ്റെ അധ്യക്ഷനാരാ? എല്ലാ കാലത്തും ലീഗിൻ്റെ അധ്യക്ഷൻ തങ്ങളായിരിക്കണം. ഒരു തങ്ങളെ ലീഗിൻ്റെ അധ്യക്ഷനാവുള്ളൂ. ഇപ്പോഴത്തെ പാണക്കാട് തങ്ങളാണ്. ഈ പറയുന്ന തങ്ങൾമാരല്ലാത്തവരാരെങ്കിലും ലീഗിൻ്റെ അധ്യക്ഷനാവുമോ? ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിമാരാരാണ്? അതേതെങ്കിലും കോയമാരായിരിക്കും. അപ്പം അങ്ങനെ കോയ തങ്ങൾ തുടങ്ങിയിട്ടുള്ള സുന്നി വിഭാഗത്തിലെ വരേണ്യവർഗത്തിൻ്റെ പ്രസ്ഥാനമായിരിക്കുന്ന മുസ്ലിം ലീഗ്, മറിച്ച് പിന്നാക്കക്കാരായിരിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. ഏകദേശം 71ഓളം ജാതികളാണ് മുസ്ലിങ്ങളുള്ളത്. ഈ പറയുന്ന പിന്നാക്കക്കാരായിരിക്കുന്ന മുസ്ലിങ്ങളെ സംഘടിപ്പിക്കുന്ന ദൗത്യമാണ് NDF-ഉം പോപ്പുലർ ഫ്രണ്ടും SDP-യും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അവർ ഏറ്റെടുത്തിരിക്കുന്നത് ശരിക്കതാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ കോൺഗ്രസിൻ്റെ പരിശ്രമം വാസ്തവത്തിൽ മുസ്ലിങ്ങളെ ഏകീകരിച്ചുകൊണ്ട് വരേണ്യവർഗത്തിൽപ്പെട്ട ലീഗിൻ്റെ പ്രസ്ഥാനവും ഇപ്പം ലീഗ് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള SDP തുടങ്ങിയിട്ടുള്ള പഴയ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരു മുസ്ലിം ഐക്യമാണ് അവർ മോഹിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കണക്കുകൾ സിമ്പിളാണ്. കോൺഗ്രസ് ധരിക്കുന്നത് കേരളത്തിൽ 40% മേലെ വോട്ട് കിട്ടി അധികാരത്തിലെത്താൻ സാധിക്കും. അതിൽ 30% വോട്ട് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുക, 26, 28 തുടങ്ങിയിട്ട്. ബാക്കി ഒരു 3-4% ഹിന്ദുക്കളുടെ വോട്ട് കിട്ടും. ഒരു 10-15% ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടും. ഈ പറയുന്ന ജാതി മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില ആളുകളുടെ ചേരുവകൾ ചേർത്ത് വെച്ചുകൊണ്ട് അധികാരത്തിലെത്തുവാനുള്ള വലിയൊരു പരിശ്രമത്തിലാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഏർപ്പെട്ടിട്ടുള്ളത്. അതിനവർ എറിഞ്ഞിരുത്തിക്കുന്ന മുസ്ലിം ലീഗിനെയാണ്. ഇപ്പം നമ്മൾ രാഷ്ട്രീയത്തിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കോൺഗ്രസിൻ്റെ രസകരമായ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ലീഗിൻ്റെ പണി എന്താ? ലീഗാണ് ഇതിനകത്ത് വലിയേട്ടൻ.